ഇവിടെ ഭംഗി എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല. നമ്മളിപ്പോൾ വന്നത് വിൻ്റർ ടൈമിലായതുകൊണ്ട് ക്ലൈമറ്റൊക്കെ കുറച്ച് അൺഫേവറബിൾ ആയിരുന്നു. ഇനി നമ്മളിവിടുത്തെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു ഗുഹ പോലെ സെറ്റ് ചെയ്തേക്കാണ്. ഇതിവിടുത്തെ ഐസ് പാലസ് ആണ്. ഇവിടെ വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഐസ് പാലസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു പ്രത്യേക രീതിയിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പം നമുക്ക് ശരിക്കും ഒരു ഗുഹയുടെ ഉള്ളിലൂടെ നടക്കുന്ന പോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമുക്കിതേ കയറാം. 360 സിനിമയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു സൗണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 360 സിനിമയാണ്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഈ മൗണ്ടൻസ് 360 വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു 5 മിനിറ്റ്സ് പോലെ ഇവിടെ ഒരു ഷൂട്ടിങ് കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. വെളിയിറങ്ങാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നില്ലേ? വെളിയിലിറങ്ങാൻ പറ്റും, ഫുള്ള് ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്തോടെ കാണുന്നതായിരിക്കും. ഇത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഇതുണ്ട്, ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാ. ഫോട്ടോ എടുത്താലോ? നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ നല്ല വ്യൂ ആ. നമുക്ക് ഈ വ്യൂവിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഓരോന്നൊക്കെ 3D എന്ന് പറയാൻ പറ്റത്തില്ല, അതേപോലെ 3D അല്ലേ, 3D പോലെ ഒന്ന് സെറ്റ് ചെയ്തേക്കുവാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോവാൻ നല്ല രസമാണ്. നമുക്കിങ്ങനെ നടന്നു പോകുമ്പം ഇവിടെ ഇങ്ങനെ ഇവർ ഫുൾ ഇതിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പണി നടന്നതും എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് അവർ ചെയ്തതെന്നും ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വർക്ക് നടന്നതിൻ്റെ അവർ അന്ന് ആ ടൈമിലെടുത്ത പിക്ചേഴ്സും പിന്നെ അതും കൂടാതെ അവർ യൂസ് ചെയ്ത പല വെറൈറ്റി ടൂൾസ്, അതായത് ഇത് പണിയാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്തത്, അങ്ങനെയുള്ള അവർ യൂസ് ചെയ്ത ഈ ലൈറ്റും എല്ലാ കാര്യങ്ങളും. അതായത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ഇത്രയും വലിയൊരു ബിൽഡിങ്ങും ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് വരാനുള്ള തുരങ്കമൊക്കെ ഇവരെ എന്ത് സ്ട്രഗിൾ ചെയ്തായിരിക്കും ഉണ്ടാക്കിയെന്നുള്ളത്.
അത് ശരിക്കും ഇവിടെ ഇവർ അതിൻ്റെ എല്ലാ ടൂളും ഫോട്ടോസും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഇവിടെ ഈ വർക്ക് നടക്കുന്ന സമയത്ത് ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് ഈ വെച്ചേക്കുന്നത്. ഇത്രയും ടോപ്പിൽ ഇങ്ങനെ വലിയൊരു ബിൽഡിങ്ങും പിന്നെ ഈ റെയിൽവേ സർവീസസും അതൊക്കെ പണിയാൻ തന്നെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഓരോ ആക്സിഡൻറ്റിലൊക്കെ പറ്റിയ ആൾക്കാരുടെ പേരുകളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഐസ് പാലസിൻ്റെ ഉള്ളിലാണ്. ഇതാണ് എക്സാക്റ്റ് ആ ഒരു സ്പോട്ടെന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഓരോരോ പലതരം കാഴ്ചകൾ കണ്ടു വന്നെങ്കിലും ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഐസ് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ ഇതിൽ കൂടെ നടക്കുമ്പം നല്ല തെന്നി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നല്ല സൂക്ഷിച്ച് നടക്കേണ്ടി വരും, സ്ലോയിലൊക്കെ നടക്കേണ്ടി വരും. പക്ഷേ വേറെ ആൾക്കാരൊക്കെ ഇത്തിരി ഫാസ്റ്റിലൊക്കെ പോകുന്നത് കണ്ടായിരുന്നു. അവരൊക്കെ കുറച്ചും കൂടി ഈ സ്കൈയിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. നമ്മൾ പിന്നെ ഇതിന് പ്രത്യേകം ബൂട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ സ്നോയിൽ യൂസ് ചെയ്യുന്ന ആ സെയിം സ്നോ ബൂട്ടൊക്കെ തന്നെയാണ് യൂസ് ചെയ്തത്. നമ്മളിങ്ങനെ ഐസിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഒരു ഐസ് കേവ് പോലാണുള്ളത്. ഈ ഐസ് പാലസിൻ്റെ ഉള്ളിൽ ഇവരിങ്ങനെ പല വെറൈറ്റി രൂപങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തില്ല എന്നുള്ളെങ്കിൽ ഇതിങ്ങനെ ഉരുകിപ്പോവും. അതുകൊണ്ട് ഇവരൊരു ഫിക്സഡ് ടെമ്പറേച്ചർ ഇട്ട് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള രൂപങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. എന്തൊക്കെ കണ്ടുപിടുത്തല്ലേ. നമ്മൾ അഡൽട്ട്സ് മാത്രമല്ല കേട്ടോ, കിഡ്സൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ അവർ പെറ്റിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഡോഗ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. ഇവരത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെ പിന്നെ ഈ രൂപങ്ങളൊന്നും ഇങ്ങനെ ലോങ് ടൈമിനായിട്ട് ഇങ്ങനെ ഇരിക്കൂല. ആ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തി ഈ ഒരു രൂപ ഇതേപോലെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐസ് പാലസ് ടൂർ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 35 മിനിറ്റ്സ് ടൂറാണ്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. ചില ആൾക്കാർക്ക് ഇതിനുള്ളിൽ ശ്വാസം മുട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിങ്ങനെ ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട്. ഇത് ലൈക്ക് ഒരു കേവ് പോലാണ്. സോ ചിലർക്ക് ശ്വാസം മുട്ടും. പിന്നെ നമുക്കിത്ര ഹൈറ്റിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോഴും നമുക്ക് ഡീഹൈഡ്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. എനിക്കതുണ്ടായിരുന്നു ഇവിടെ വന്നിറങ്ങിയ സമയത്ത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസ് പാലസ് ടൂർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ലിൻറ്റിൻ്റെ ഒരു ചെറിയ ചോക്ലേറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. കയറി വരുമ്പോൾ തന്നെ പല പാക്കേജസിലായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ കവർ ചെയ്ത് നമുക്ക് ഇങ്ങനെ വേണേൽ പർച്ചേസ് ചെയ്യാം. ഇവരിവിടെ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്ന ഈ ചോക്ലേറ്റ്സിൻ്റെ ബോക്സിൻ്റെ ഒക്കെ പ്രൈസിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡൗട്ടാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ബോക്സസും ചോക്ലേറ്റ് പാക്സും ഒക്കെ എടുത്ത് നോക്കുമായിരുന്നു ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് എന്താണെന്നുള്ളത്.
ഇവിടെ നമുക്ക് പല വെറൈറ്റി ഇവരുടെ ലിൻഡിൻ്റെ ചോക്ലേറ്റ് കാണാൻ പറ്റും. ഇത് നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിളാണ്, പക്ഷെ എന്നാലും ഇവരുടെ ഔട്ട്ലെറ്റിൽ തന്നെ വരുമ്പോൾ നമുക്ക് പല വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബില്ല് പേ ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ബോക്സ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. നോക്കി, ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഈ ചോക്ലേറ്റിൻ്റെ ഫുള്ള് സെഷൻസ് നോക്കി. നമ്മൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ചോക്ലേറ്റാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾ എല്ലാ ചോക്ലേറ്റ്സിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആയിരുന്നു വാങ്ങിച്ചത്. അതിൽ തന്നെ നമ്മൾ ഓരോന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതാ എടുക്കേണ്ടതെന്നുള്ളത്. നമ്മളോട് ലിൻഡിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചോക്ലേറ്റ് ബോക്സും പിന്നെ ഒരു ചോക്ലേറ്റ് ബോക്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ് കളക്ഷൻസ്. നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിൻ മിസ്സാക്കി, അതുകൊണ്ട് നമ്മൾ വന്നതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇത് ഒരു കേബിൾ കാർ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് കേബിൾ കാർ എടുത്തിട്ട് വേണം കിൻഡർവാർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ടോപ്പ് ഓഫ് യൂറോപ്പിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോവാം. ആക്ച്വലി നമ്മൾ വന്ന അതേ റൂട്ടിൽ തന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു ട്രെയിൻ മിസ്സാക്കി. ലാസ്റ്റ് ട്രെയിൻ ഇവിടുന്ന് 4:15 നമ്മൾ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ 4:30 അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു 4:45 ട്രെയിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ ട്രെയിൻ ശരിക്കും എയ്ഗക്ലച്ചറിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഗ്രിൻഡൽവാൾഡിലോട്ട് പോകണം. അവിടെ നിന്ന് പോകാൻ ഇനിയിപ്പോൾ ട്രെയിനൊന്നുമില്ല, ഫുൾ ട്രെയിനും പോയി. സോ ഇനി നമുക്ക് കേബിൾ കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എയ്ഗക്ലച്ചറിൽ പോയിട്ട് അവിടെ നിന്ന് കേബിൾ കാർ എടുത്തിട്ട് വേണം ഗ്രിൻഡൽവാൾഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും അവിടെ മേളിൽ ചെന്നപ്പം ഫുള്ള് ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഒരിത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചതാണ്. നല്ല കത്തി പ്രൈസാണ്. എത്രയെന്ന് 5 പൗണ്ടല്ലേ? അതായത് ഇവിടുത്തെ ഒരു 6 CHF ആയിരുന്നു. അതായത് ഒരു 5 പൗണ്ട് 5 സംതിങ് പൗണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടുത്തെ വെള്ളം. നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി നമ്മളടുത്ത് ഏത് സ്റ്റോപ്പിലാണെന്നുള്ളതും ഈ ട്രെയിൻ ഏതൊക്കെ റൂട്ടിലോട്ടാണ് പോകുന്നതെന്നുള്ളതും ഫുള്ളി വീഡിയോയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടോപ്പ് ഓഫ് യൂറോപ്പിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എസ്മേറാണ്. എസ്മേർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐഗക്ലച്ചറാണ്. ഐഗക്ലച്ചറിൽ നിന്നാണ് നമ്മൾ ഈ ഗ്രിൻഡൽവാൾഡിലോട്ട് പോകുന്നത്. അപ്പം നമുക്കിനിയിപ്പം ഐഗക്ലച്ചറിൽ നിന്ന് കേബിൾ കാർ എടുത്തേ പോകാൻ പറ്റത്തുള്ളൂ, കാരണം ഇനി അങ്ങോട്ട് ഗ്രിൻഡൽവാൾഡിലോട്ട് ഇനി അങ്ങോട്ട് ട്രെയിനില്ല. സോ നമ്മൾ ഐഗക്ലച്ചറിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കേബിൾ കാർ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ കേബിൾ കാർ എങ്ങാനും ക്യാൻസലാവുമെന്ന് പറയുന്നു, അറിയില്ല. എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ്സ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്ക് ഈ ട്രെയിനിൻ്റെ സ്റ്റാഫാണോ അതോ ഇനി ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് യുംഫ്രോയുടെ ഒരു മെമ്മറി പോലെ നമുക്കൊരു ചോക്ലേറ്റ് ട്രെയിനിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ എല്ലാ കമ്പാർട്ട്മെൻറ്റിനും പോയി എല്ലാ പാസഞ്ചേഴ്സിനും ഓരോ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഐഗക്ലച്ചർ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കേബിൾ കാർ എടുത്ത് ഗ്രിൻഡൽവാൾഡിലോട്ട് പോകണം. നമ്മൾ കേബിൾ കാർ എടുക്കാൻ വേണ്ടി പോവാം.
നല്ല വലിയ കേബിൾ കാർ, ഒരുപാട് ആൾക്കാർ, ഒത്തിരി പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്തതിൻ്റെ അകത്ത് കയറാം. ഗ്രിൻഡവാഡിലേക്ക് ഇനി ട്രെയിൻ സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീടുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഈ കേബിൾ കാറിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറച്ചേറെ ടൈം ക്യൂവിൽ നിന്നിട്ടാണ് കേബിൾ കാറിനുള്ളിൽ കയറിയത്. അപ്പം നമ്മൾ കേബിൾ കാറിൽ കയറി നമുക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തോ സ്ലോ ആയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ ഹ്യൂജ് സാധനം പോകേണ്ടതല്ലേ, ഇത്രയും സ്പീഡിലൊക്കെയാണ് പോകുന്നത്. ഓ മൈ ഗോഡ്, വാവ്, റിയലി. താഴെ ട്രെയിനും പോകുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ കേബിൾ കാറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള ഗ്രിൻഡവാൾഡ് ആ വില്ലേജ് നല്ല അടിപൊളിയായിട്ട് ഫുള്ള് ലൈറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ മേളിൽ കൂടെയുള്ള ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു കാഴ്ചയായിരുന്നു. ഈ ഒരു സ്നോ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിലായിട്ട് ഇങ്ങനെ ഫുള്ള് ലൈറ്റ്സ് ആയിട്ട് ഗ്രിൻഡവാൾഡ് വില്ലേജ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഗ്രിൻഡവാൾഡ് അടുക്കാറാകുമ്പോഴത്തോറും ആ ഒരു വില്ലേജിൻ്റെ വിസിബിലിറ്റി നമുക്ക് കൂടി വന്നുകൊണ്ടിരുന്നു. ഇപ്പം നമുക്ക് എക്സാക്റ്റ് വ്യൂ എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് പാർക്കിങ്ങിൽ പോയിട്ട് നമ്മുടെ മോട്ടോർ ഹോം എടുത്തിട്ട് ഇനി നമുക്ക് ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ പോകണം. ഇന്ന് നമ്മൾ ഇൻ്റർലേക്കൺ വില്ലേജിലാണ് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ ക്യാമ്പ് സൈറ്റ് കിട്ടാൻ നല്ല പാടായിരുന്നു. ഓൾമോസ്റ്റ് മിക്ക ക്യാമ്പ് സൈറ്റിലും സ്ലോട്ടൊന്നും അവൈലബിൾ അല്ലായിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഇവിടുത്തെ ക്യാമ്പ് സൈറ്റൊക്കെ. At the roundabout, continue straight onto Seestrasse. In 500 meters, turn right towards Seestrasse. നമ്മളീ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ സ്നോഫോൾ വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ലാസ്റ്റ് 2 days ആയിട്ട് നല്ല സ്നോഫോൾ ആയതുകൊണ്ട് അത്യാവശ്യം സ്നോ ഒക്കെ ഈ പോകുന്ന ഒരു ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തിയപ്പോൾ നമ്മുടെ ആ ഒരു പാർക്കിംഗ് സ്ലോട്ട് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. ഈ ഒരു ലൊക്കേഷൻ ചോദിച്ചറിയാനൊന്നും ഇവിടെ പ്രത്യേകിച്ച് അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ സ്ലോട്ട് ബുക്കിങ്ങിൻ്റെ കൺഫർമേഷനായിട്ട് അവർ മെയിലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും അവർ ആ ഒരു സ്ലോട്ട് ഏതാണെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇത് അത്യാവശ്യം നല്ല വലിയൊരു ക്യാമ്പ് സൈറ്റ് ആയതുകൊണ്ട് തന്നെയും ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു. നമ്മളങ്ങനെ ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ ഒരുപാട് ടൈം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ കുറച്ചേറെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്ലോട്ട് ഫൈൻഡ് ചെയ്തത്. അത് 21, 22 P1 to P12 എന്നല്ലേ അത് പറഞ്ഞേക്കുന്നേ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ പിച്ച് ഫൈൻഡ് ചെയ്തു. ഇന്ന് നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നാളെ മോർണിംഗ് നമ്മുടെ ഈ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.
അപ്പം നമ്മുടെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.